അസ്സാം വലൈക്കും. ഹായ്. സാസ് ടെക്നോളജീസ് കമ്പനിയിൽ നിന്ന് ഷാഹിദാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോപ്സ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്ക് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വർഷങ്ങളോളം ഓൾമോസ്റ്റ് 8+ ഇയേഴ്സ് ആയിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് വളരെ സ്മൂത്ത് ആൻഡ് വെരി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. വെരി ഈസി എന്ന് പറയുന്നത് അത് അത്രയും ഷുവറുള്ളതുകൊണ്ടാണ് പറയുന്നത്. വെരി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഇതിൽ വരുന്നത് ഡൈനിങ്, ക്വിക്ക് സർവ് എന്ന് വെച്ചാൽ നമ്മൾ ടേക്ക് അവേ എന്നുള്ള ലെവലിൽ. പിന്നെ നമുക്ക് വരുന്നത് ഡെലിവറിയാണ് വരുന്നത്. എല്ലാം തന്നെ ടച്ച് ഫ്രണ്ട്ലി ആണ് ആപ്ലിക്കേഷൻ. പിന്നെ ഡെലിവറി ലിസ്റ്റ് വരും. ഇപ്പം ഡ്രൈവേഴ്സ് കാര്യങ്ങളിൽ നമുക്കതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു ബ്ലൂ കളറിൽ കാണിക്കാത്തത് നമ്മുടെ ക്യാഷ്യറിന് ചെയ്യാത്തതുകൊണ്ടാണ്. ക്യാഷ്യറിന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പെറ്റി ക്യാഷ് ഉണ്ടെങ്കിൽ പെറ്റി ക്യാഷ് ഇടാം. ഒരു 10 എത്രയാണോ ഒരു ഓപ്പണിംഗ് ബാലൻസ് അത് എൻ്റർ ചെയ്തിട്ടാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഡൈനിങ്, ക്വിക്ക് സർവ്, ഡെലിവറി, ഡ്രൈവ് ത്രൂ, കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോരോ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഡൈനിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ വരും. ഒരു മെയിൻ ഹാൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഇതിപ്പോൾ നമുക്ക് മെയിൻ മാത്രമാണെങ്കിൽ മെയിനിലേക്കുള്ള ടേബിളുകൾ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് അതിനൊരു സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ടേബിൾ അതിൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് ഐറ്റം കാറ്റഗറീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറിയിൽ നിന്നുള്ള ഐറ്റം സെലക്ട് ചെയ്യുന്നു. ക്വാണ്ടിറ്റി 2 ഇതെല്ലാം തന്നെ ടച്ച് ഫ്രണ്ട്ലിയാണ്. എളുപ്പത്തിൽ നമുക്ക് എൻട്രീസ് കാര്യങ്ങളെല്ലാം ഒരു ഒറ്റ പ്ലസ്സിലേക്ക് ഇവിടെ എല്ലാം ആഡായി വരും. ഇതിൽ ഇപ്പോൾ നമുക്ക് ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ബീൻസ് ബ്രെഡിൽ നമുക്ക് എന്തെങ്കിലും റിമാർക്സ് കാര്യങ്ങൾ ഇപ്പോൾ കസ്റ്റമർ പറയാണ് ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ട്സ് കൊടുക്കാനുള്ള ഒരു ഐറ്റത്തിന് എതിരെ നോട്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. അതിലിപ്പം സോൾട്ടിനെസ് വെച്ചാൽ വെരി ബ്ലാൻഡ്, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള സോൾട്ട് മതി എന്നുള്ള അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റുകയും ചെയ്യും. നിങ്ങൾ കസ്റ്റമറുടെ അനുസരിച്ചിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ കൂടുതലായിട്ടുള്ള അഡീഷണൽ കാറ്റഗറി ആഡ് ചെയ്യാം. കിച്ചൺ മെമ്മോന് വേണ്ടിയുള്ള കാറ്റഗറീസ് ആഡ് ചെയ്യാം. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നോ പെപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിൻ്റെ അഗെയിൻസ്റ്റ് 2 നോട്ട്സ് നമ്മൾ ആഡ് ചെയ്ത്. ഇപ്പം ബ്രെഡ് ആൻഡ് ജ്യൂസിൻ്റെ ഇതിൽ വെച്ചാൽ വെരി കോൾഡാണ്, വെരി കോൾഡ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഐറ്റത്തിൻ്റെയും അണ്ടറിൽ നമുക്ക് ഐറ്റം റിമാർക്സ് കിച്ചണിലേക്ക് പോകുന്ന ക്യോട്ടിയിൽ അതിൽ മെൻഷൻ ചെയ്യും. അതെല്ലാം നമുക്ക് മൊത്തത്തിലുള്ളൊരു എന്തെങ്കിലും റിമാർക്സ് ആണെങ്കിൽ നോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. വെച്ചാൽ ടച്ച് കീബോർഡിൽ വരും, അതിൽ ടച്ച് ചെയ്യുക. അതെല്ലാം കീബോർഡ് ഉണ്ടെങ്കിൽ കീബോർഡിൽ കൊടുക്കാം. നോ മിൻറ്റ്, അതും നമ്മുടെ കിച്ചൺ KOT പോകുന്ന സമയത്ത് KOTയിലേക്ക് പോകും. നമ്മളിപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേബിളിലോട്ടൊക്കെ ആഡായി നമുക്ക് അടുത്ത ടേബിൾ ഓപ്പൺ ചെയ്യാം. അതെല്ലാം ഈ ഒരു ടേബിൾ നമുക്ക് വേറെ ഒരു ടേബിളിലേക്ക് മാറ്റണം. ഇപ്പോൾ സീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ മൂവ് ജോയിൻ നമ്പറിലുള്ള കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ടേബിൾ സെലക്ട് ചെയ്യാം. ഏത് ടേബിളിലോട്ടാണ് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയിൽ ടേബിൾ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ സെയിം ടേബിൾ ആദ്യം ഉണ്ടായിരുന്ന ടേബിളിൽ വേറെ കസ്റ്റമർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓർഡർ കാര്യങ്ങൾ എടുക്കാം, ഓർഡർ പ്ലേസ് ചെയ്യാം. അത് അതിലോട്ട് ആഡായി. അപ്പം തിരക്കുള്ള ചില റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിളിൽ തന്നെ ചിലപ്പോൾ 2-3 ടൈപ്പ് കസ്റ്റമേഴ്സ്, 2-3 ചെക്കുകൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരു കസ്റ്റമറായിട്ടാണുള്ളത്. അതിൽ നമുക്കൊരു ന്യൂ ചെക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വലതുഭാഗത്തായിട്ട് ന്യൂ ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ന്യൂ ചെക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ എംപ്റ്റി ആവും ഓർഡർ ലിസ്റ്റ്. നമുക്ക് അതിൽ നിന്ന് വീണ്ടും പുതിയ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1002 മറ്റുള്ള ഒരു ഓർഡർ ഉണ്ട്, 1003 എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പുതിയൊരു ചെക്ക് ഉണ്ട്. നമുക്ക് 2 ചെക്കായി വിടാം. ഓക്കെ, ഇപ്പോൾ കസ്റ്റമർ കൂടുതൽ ഐറ്റം പറയും. ഇപ്പം M8 കസ്റ്റമർ കൂടുതൽ ഐറ്റം അഡീഷണൽ ആയിട്ട് വേണമെന്ന് ഇരിക്കുക.
അവരിപ്പോൾ എന്താ പറയുക ഡെസേർട്ട് സെറ്റ് ഒരു ചോക്കോ കേക്ക് 2 ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിൻ്റെ മാത്രം ഓർഡർ കിച്ചണിലോട്ടൊക്കെ പ്രിൻ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ ഡണ്ണായി, ഇതിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഡണ്ണായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഈ ഒരു ടേബിളിൻ്റെ മെയിൻ സ്ക്രീനിൽ തന്നെ ടെൻഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേബിൾ ഓപ്പൺ ചെയ്യുന്നു, അന്നേരം 2 ബില്ലായിട്ട് കാണിക്കും. ബൈ ഡിഫോൾട്ട് തന്നെ ഒരു ടേബിളിൽ തന്നെ 2 ബില്ല്. നമുക്കിപ്പോൾ ഏതാണോ ടേബിൾ കയ്യിലിരിക്കുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ബില്ല് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ബിൽ പ്രിൻ്റ് ചെയ്യുക, അതല്ല ടെൻഡറിലോട്ടൊക്കെ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോകുന്നതാണ്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യുന്നു, ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും, അത് സെലക്ട് ചെയ്യുക. അതിൽ 20 ദിനാറിനാണെങ്കിൽ 20 ദിനാറ്, അതല്ല 15 ദിനാറ് തന്നിരിക്കുന്നതിൽ 15 ദിനാറ് കൊടുക്കുക. 15 കൊടുത്തു, നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചേഞ്ച് കാണിക്കും. 2 ദിനാറ് 10 ഫിൽസും 12,990 2 ദിനാറും 10 ഫിൽസും ചേഞ്ച് കൊടുക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ ഒരു കസ്റ്റമർ കൂടി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഡറിലോട്ടൊക്കെ പോകാം. അതല്ല നമുക്ക് ഇതിൽ നിങ്ങൾ അഡീഷണൽ വരുത്തണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഐറ്റം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല ഇത് ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറാണ്, നമുക്ക് അവർക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടായിട്ട് കൊടുക്കാം. നമുക്ക് ഐറ്റം ഡിസ്കൗണ്ട്, എമൗണ്ട് ഡ്യൂ ഡിസ്കൗണ്ട്, മാനുവൽ ഡിസ്കൗണ്ട്, അങ്ങനെ കാറ്റഗറി വൈസ് യൂസർ ഡിഫൈൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി മാനുവൽ ഡിസ്കൗണ്ടാണ് ഉപയോഗിക്കാൻ. മാനുവൽ ഡിസ്കൗണ്ടിൽ നമുക്ക് 15 ദിനാറാണ്, അതിനൊരു 10%, ഒരു 1.5 ദിനാറ് കുറക്കണം വെച്ചാൽ അത് ഇടുന്നു. ഓക്കെ കൊടുത്തതിനുണ്ടെങ്കിൽ നമുക്ക് അത് 13.5 ദിനാറായിട്ട് പോകും. 1.5 ദിനാറ് ഇവിടെ ഡിസ്കൗണ്ട് വന്നു, 13.5 ദിനാറായിട്ട് ഇതായി. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് വാങ്ങുന്നു, ഡയറക്ടറിൻ്റെ ക്യാഷ് കൊടുത്താൽ മതി. 20 ദിനാറിന് നോട്ട് വന്നിരിക്കുന്നത്, ബാലൻസ് 6 ദിനാറ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടേബിൾ നമുക്ക് ഓൾറെഡി ക്ലിയർ ആയി. പിന്നെ ഈ ഒരു ടേബിൾ നമുക്ക് വന്നിരിക്കുന്നത് ഒരു കസ്റ്റമർ ആയിരുന്നുള്ളത്, അതും കസ്റ്റമർ ഫിനിഷായി നമ്മളെടുക്കുന്നു, അത് ക്ലിയർ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഒരു ടേബിളിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കസ്റ്റമർ ഒറ്റ ബില്ല് വരണമെങ്കിൽ നമുക്ക് ചെയ്യുന്നത്. ഒരു ടേബിളിൽ തന്നെ മൾട്ടിപ്പിൾ ചെക്കുകൾ, മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് അവർക്ക് വേറെ വേറെ ബില്ല് കൊടുക്കുന്നതാണ് കാണിച്ചത്. പിന്നെ നമുക്ക് ഒരു ടേബിളിലുള്ള ചെയറുകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ബില്ല് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ടേബിളിൽ 4 or 6 ടേബിളാണ് ചെയറാണെങ്കിൽ ഒരു ചെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ ടേബിൾ എടുത്തു, ആ ടേബിളിലിപ്പം നമുക്കിവിടെ ഈ ഒരു ആളുടെ ചിഹ്നം കാണുന്നില്ല, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ടേബിളിൽ 6 സീറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതല്ല 4 ആണെങ്കിൽ 4 നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ചെയറിലുള്ള ആൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നു, ഇവിടെ സീറ്റ് 1 പറഞ്ഞ് കണ്ടില്ല, ആൾ തന്നെ വേറൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്യുന്നു. 11,980 ടോട്ടൽ വരുന്നത്. ഇത് നമുക്ക് ആ ഒരു സീറ്റിലേക്കുള്ള ഓർഡറാണ്, ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അതേ ടേബിളിൽ തന്നെ രണ്ടാമത്തെ ചെയറിലുള്ള ആൾ വേറൊരു ഐറ്റം ഓർഡർ ചെയ്യുന്നു, പിന്നെ വേറൊരു ഐറ്റം, 2 ഐറ്റം ആളും ഓർഡർ ചെയ്തു. ഇത് വന്നിരിക്കുന്നത് സീറ്റ് 2-ലാണ്. നമുക്കത് KOTയിൽ പ്രിൻ്റായിട്ട് വരും ചെയ്യും, സീറ്റ് നമ്പറിൽ ഇന്ന സീറ്റിലാണെന്നുള്ള ലെവലിൽ പ്രിൻ്റായി വരും. വൺസ് ഇവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരുമിച്ച് വന്നതാകും, പക്ഷെ അവർക്കത് സ്പ്ലിറ്റ് ആക്കണം ബില്ല്, സീറ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ താഴായിട്ട് കാണുന്നുണ്ടോ മിഡിലായിട്ട് സ്പ്ലിറ്റ് എന്നുണ്ട്. സ്പ്ലിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള സ്പ്ലിറ്റുള്ളത്: എമൗണ്ട് സ്പ്ലിറ്റ്, സീറ്റ് സ്പ്ലിറ്റ്, ഐറ്റം സ്പ്ലിറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി സീറ്റ് സെലക്ട് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് തന്നെ കൊടുക്കാം. സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത ഓർഡർ ഉണ്ടല്ലോ, 5,990 5,990 പറഞ്ഞിട്ടുള്ള ആ 2 ഓർഡറുകൾ ഒരു ഇൻവോയ്സ് ആവുകയും അത് ഒരു ചെയറിലേക്കുള്ള ഇൻവോയ്സ് ആവുകയും മറ്റൊരു വേറൊരു ചെയറിലേക്കുള്ള ഇൻവോയ്സ്, ചെയർ 1 ചെയർ 2 എന്നുള്ള ലെവലിൽ ഉള്ള 2 ഇൻവോയ്സ് ആയിട്ട് മാറും. നമ്മളത് ഇവിടെ സേവ് ചെയ്യുന്നു. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെക്ക് പോലെ തന്നെ സീറ്റിൻ്റെ ബേസിൽ നമുക്ക് ഇൻവോയ്സുകളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ടെൻഡർ സെലക്ട് ചെയ്യുന്നു, എടുക്കുന്നു, ബില്ല് പ്രിൻ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. അതല്ല ഡയറക്റ്റ് ടെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻഡർ ചെയ്യുന്നു. ക്യാഷ് ക്യാനറ്റ് പാർഷ്യലായിട്ട് എടുക്കാൻ പറ്റും,
ഉദാഹരണത്തിന് 22 ദിനാറാണ്. 20 ദിനാറ് ക്യാഷും 22 അടിച്ചിട്ടുണ്ടാകും. ടെൻഡർ ഇപ്പോൾ 11,900. ക്യാഷ് 11. ഓക്കെ. ക്യാനറ്റ് ബാക്കിയുള്ള എത്രയാണോ അത്രയും ക്യാനറ്റ് എടുക്കുന്ന വിധത്തിൽ. കാരണം ആ ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഘടകം. കസ്റ്റമർക്ക് ആവശ്യമുള്ള ഓരോ ഘടകങ്ങളും തന്നെ വളരെ ഈസിലി ആക്സസബിൾ ആയിട്ട് നമ്മളിവിടെ സോഫ്റ്റ്വെയറിൽ പ്ലേസ് ചെയ്യിക്കാം. ഇതിൽ ഇപ്പോൾ ഡൈനിങ്ങിൽ തന്നെ നമുക്ക് ഇനി മോഡിഫയർ, വോയിഡ് എഡിറ്റ്, ക്വാണ്ടിറ്റി അങ്ങനെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ, ഇപ്പം ക്യാൻസലേഷൻ ഐറ്റം ആഡ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാം. അതെല്ലാം തന്നെ നമുക്ക് കേട്ടായിട്ട് പ്രിൻ്റായിട്ട് വരികയും ചെയ്യും. ക്യാൻസൽഡാണ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചില കേസിൽ പ്രൈസ് ഐറ്റത്തിൻ്റെ പ്രൈസ് മാറ്റണമെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമ്പൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിന് ആവശ്യമുള്ള ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ കോംപ്ലിമെൻ്റ് അങ്ങനെ വന്നിട്ടുള്ള സൈസ്, കൂപ്പണ്, മോഡിഫയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡിഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർ ഇപ്പോൾ ഹൗസ് സാലറിൽ തന്നെ നമുക്ക് മോഡിഫയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന് അഡീഷണൽ ചാർജസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പ്ലസ് ആയിട്ട് കിട്ടുന്ന വിധത്തിലുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. മോഡിഫൈസ് ഉണ്ടെങ്കിൽ ഇത്രയാണ് മെയിനായിട്ട് ഡൈനിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ക്വിക്ക് സെർവാണ്. ക്വിക്ക് സെർവിന് പിന്നെ നേരിട്ടാണ് ഡയറക്റ്റ് കാറ്റഗറീസ് വരുന്നു, ഐറ്റം സെലക്ട് ചെയ്യുന്നു, ക്യാഷ് ഓർ ടെൻഡർ എന്നുള്ള ലെവലിൽ. ഓർഡറും ടെർമിനൽ കാർഡറും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാറാണ് പൊതുവെ. ക്യാഷ് ടേക്ക് അവേ എന്നുള്ളത് കസ്റ്റമർ കൗണ്ടറിൽ വന്നിട്ട് ഓർഡർ എടുത്തിട്ട് സാധനം വാങ്ങാൻ പോകുന്നതാണ്. അത് ഡയറക്റ്റ് ക്യാഷ് അല്ലെങ്കിൽ ക്യാനറ്റ് ഇതിലോട്ട് ടെൻഡറിലോട്ട് പോയിട്ട് ക്യാനറ്റ് വാങ്ങുന്ന രീതിയിലാണ് അതിലുണ്ടാകുന്നത്. പിന്നെ ഓർഡർ ഇപ്പോൾ ടേക്ക് ഔട്ട് എടുത്ത് ഓർഡർ വേണമെങ്കിൽ നമുക്ക് ഡൈനിങ്ങിലോട്ടേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്വിച്ച് ചെയ്തിട്ടിപ്പോൾ അത് ഡൈനിങ്ങിലോട്ടേക്ക് മാറും. ഏതാണ് ടേബിൾ കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുത്തതിനെക്കൊണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത് ഡൈനിങ്ങിലോട്ടേക്ക് മാറും. അത്രയും ഈസിയായിട്ട് നമുക്ക് സിസ്റ്റം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡൈനിങ്ങിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഡെലിവറിയാണ്. ഡെലിവറിയിൽ നമുക്ക് 2 തരത്തിൽ ഡെലിവറിയിൽ ഓർഡർ എടുക്കാം. ഒന്ന് നമ്പർ കാര്യങ്ങൾ ആദ്യം എടുത്തിട്ട് പിന്നെ ഐറ്റം ഓർഡറിങ്ങിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ ചില ഐറ്റത്തിൻ്റെ കംപ്ലീറ്റ് ഓർഡർ എടുത്ത് ടോട്ടൽ എത്ര എന്ന് പറഞ്ഞ് നമ്മൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്പറും കാര്യങ്ങളും എടുത്ത് നിർത്തലും. അതെല്ലാം ലാൻഡ് ലൈൻ ഫോണ് അല്ലെങ്കിൽ IP ഫോൺ ഉണ്ടെങ്കിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് വരുന്ന ഡിവൈസ് ഉണ്ട്. അതിൽ കോളർ ID പോലെ ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് നമ്പർ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് കസ്റ്റമറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യുന്ന വിധത്തിലുള്ള ഓപ്ഷനുള്ളത്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ മെനു കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. മെനു പ്രൈസ് ഡെലിവറിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെലിവറി ചാർജസ് നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അടിക്കുന്ന സമയത്ത് ഡെലിവറി ചാർജസ് ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു 2 ഐറ്റം അടിക്കുന്നു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി വരും. ഇവിടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ മാനുവലി ഇൻപുട്ട് ചെയ്യുക. അതല്ല കോളർ ID സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിവൈസ് വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിലോട്ടൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. ഉദാഹരണത്തിന് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഫായിലുള്ള ഒരു ലൊക്കേഷനുള്ളൂ. അതല്ല മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആക്കാം. അഡ്രസ്സിൽ തന്നെ നമുക്ക് വേറെ ഏരിയാസ് വൈസ് ഏതെല്ലാം ഏരിയയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ഒരു ഏരിയാസിൻ്റെ തന്നെ ബിൽഡിങ്ങുകളുടെ പേരുകളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ നമ്മൾ ഫസ്റ്റ് ഫ്യൂ എന്താ പറയുക പേരിൻ്റെ ആദ്യത്തിലുള്ള ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അടിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വരികയും നമുക്ക് ബാക്കിയുള്ള അഡ്രസ്സ് കാര്യങ്ങളിട്ട് കസ്റ്റമറുടെ പേരിട്ടിട്ട് ഡെലിവറി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഡെലിവറി ഓർഡറിങ്ങിൻ്റെ. പിന്നെ ഡെലിവറി ഡിസ്പാച്ചിങ്ങിന് നമുക്ക് ഡെലിവറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു